ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് മോഡ്യൂള്, അതായത് ഫോർത്ത് മോഡ്യൂളിൻ്റെ നെയിം കൺട്രോൾ ലോജിക് ഡിസൈൻ എന്നാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ടും യൂണിവേഴ്സിറ്റി എക്സാമിന് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ നിന്ന് മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന 7 ക്വസ്റ്റ്യൻസാണ്. ഇത് ശരിക്കും ഒരു എസ്സേ ആണ്. കൺട്രോൾ ഓർഗനൈസേഷൻ, ടൈപ്സ് ഓഫ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു എസ്സേ ആണ്. ചില സമയത്ത് അതൊരു എസ്സേ ആയിട്ട് ചോദിക്കാറുണ്ട് 10 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ആയിട്ട്. പിന്നെ ചില സമയത്ത് അതിനകത്ത് അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, നമ്മൾ കൺട്രോൾ ഓർഗനൈസേഷൻ നമ്മളിതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഓരോരോ ടൈപ്പായിട്ട് സ്പെസിഫിക് ആയിട്ട് എ പാർട്ടിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു സ്ലൈഡിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുണ്ട്. അതായത് ഈ ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ കൺട്രോൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നില്ല, അടുത്ത ക്ലാസ്സിൽ, അടുത്ത സ്ക്രീൻ റെക്കോർഡിങ്ങിൽ ഞാൻ അതിട്ട് തരും. അത് നോർമലി എല്ലാ പ്രാവശ്യവും എസ്സേ ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. 10 മാർക്കിന് അത് ചോദിച്ചിട്ട് പിന്നെ ഒരു 4 മാർക്കിൻ്റെ സബ് ക്വസ്റ്റ്യനോടാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഇതിനകത്ത് വരുന്നത് മിക്കവാറും ഉള്ളത് ചില സമയത്ത് അത് 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, ചില സമയത്ത് ഇങ്ങനെ എ പാർട്ടിൽ ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ മെത്തേഡ്സ് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ചാണ് മെയിനായിട്ട് പഠിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഹോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു സിസ്റ്റം, അതായത് ഹോൾ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള മെമ്മറി, പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, പ്രോസസ്സർ, അങ്ങനെ അപ്പം പല യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനകത്ത് ഡീപ്പായിട്ട് നമ്മൾ മെമ്മറിയെക്കുറിച്ച് 5th മോഡ്യൂളിലാണ് പഠിക്കുന്നത്. പിന്നെ അതുപോലെ പ്രോസസ്സർ ഓർഗനൈസേഷനൊക്കെ നമ്മൾ പഠിക്കുന്നത് 2nd മോഡ്യൂളിലാണ്. പിന്നെ നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച്, രജിസ്റ്റേഴ്സിനെ കുറിച്ചും അതൊക്കെ നമ്മൾ 2nd മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ പ്രോസസ്സറിനകത്ത് യൂസ് ചെയ്യുന്ന അരിത്മെറ്റിക് അൽഗോരിതംസാണ് നമ്മൾ 3rd മോഡ്യൂളിൽ പഠിക്കുന്നത്. 4th മോഡ്യൂളിൽ നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഒരു കൺട്രോൾ ഓവർ എ സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മാൻഡേറ്ററി. അതായത് ഏതൊരു സിസ്റ്റത്തിനും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം. നമ്മളിപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ കാര്യം എടുത്താൽ തന്നെ നമുക്കറിയാം, ഒരു ബൈസൈക്കിൾ തൊട്ട് നമ്മൾ ഒരു എയർക്രാഫ്റ്റ് വരെ എടുത്താലും അതിനൊരു കൺട്രോൾ സിസ്റ്റം ഉണ്ടായിരിക്കില്ല. ആ ഒരു സിസ്റ്റത്തെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ചില സമയത്ത് നമുക്ക് സ്പീഡ് കൂട്ടണം, ചില സിറ്റുവേഷൻസിൽ വി ഹാവ് ടു സ്ലോ ഡൗൺ ദ സിസ്റ്റം. അതിൻ്റെ സ്പീഡ്, ഇപ്പം വെഹിക്കിളിൻ്റെ ആണ്, അതിൻ്റെ സ്പീഡ് നമുക്ക് കുറയ്ക്കണം. പിന്നെ അതുപോലെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ബ്രേക്ക് ചെയ്യണം, അല്ലേ? അപ്പോൾ അതിനെല്ലാം നമുക്കൊരു കൺട്രോൾ സിസ്റ്റം വേണം. സിമിലർലി നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ സിസ്റ്റം, അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലും ഇതുപോലെ കൺട്രോൾ സിഗ്നൽസ് ആർ എസെൻഷ്യൽ ടു കൺട്രോൾ ദ ഹോൾ ഓപ്പറേഷൻസ്. എല്ലാ ഓപ്പറേഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ സിഗ്നൽസ് എസെൻഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദി കൺട്രോൾ യൂണിറ്റ്. അത് ജനറേറ്റ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ യൂണിറ്റാണ് അത് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിനകത്ത് നമ്മൾ സിംഗിൾ ബസ് ഓർഗനൈസേഷൻ പഠിച്ച സമയത്ത് അതിൻ്റെ അകത്ത് രജിസ്റ്റർ ടു രജിസ്റ്റർ ട്രാൻസ്ഫറിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡയഗ്രാം നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഒരു രജിസ്റ്ററിൽ നിന്ന് മറ്റൊരു രജിസ്റ്ററിലേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത്, അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഈ കാണുന്ന ഒരു അഡ്രസ്സിംഗ് മോഡ് നോക്കിയാൽ ആഡ് R3, R1. ഹിയർ R3 എന്ന് പറയുന്നത് ബ്രാക്കറ്റിനകത്ത് ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇറ്റ്സ് എ ഇൻഡയറക്റ്റ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ, ആ ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് അണ്ടറിൽ നമ്മൾ ഇത്രയും കൺട്രോൾ സീക്വൻസസുകൾ എഴുതി. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് രജിസ്റ്ററിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെ ആണല്ലോ, രജിസ്റ്ററിലുള്ള ഡേറ്റ കണ്ടൻസിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി ആഡ് R3, R1ൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, R3 എന്ന് പറയുന്ന ഒരു രജിസ്റ്ററിനകത്ത് റെഫർ ചെയ്യുവാണെങ്കിൽ ഫ്രം ദർ വി വിൽ ഗെറ്റ് എ മെമ്മറി അഡ്രസ്സ്. ആ മെമ്മറി അഡ്രസ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ദി ആക്ച്വൽ ഓപ്പറാൻഡ്. ആ ഓപ്പറാൻഡിനെ എടുത്തിട്ട് വന്നിട്ട് അതും R1 എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ് ദാറ്റ് വി ആർ ഡയറക്ട്ലി ടേക്കൺ ഫ്രം ദി R1 രജിസ്റ്റർ, അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് ഫൈനലി നമുക്ക് എന്ത് ചെയ്യണം, R1ൽ തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടി ഇത്രയും ഓപ്പറേഷൻസ്, മൈക്രോ ഓപ്പറേഷൻസ് നമുക്ക് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ലൈഡിൽ, അന്ന് ഞാൻ ഫസ്റ്റ് മോഡ്യൂളിൽ തന്നെ ഈ നോട്ടിൻ്റെ സ്ലൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, CPU എക്സിക്യൂട്ട്സ് എ സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ്, ഇല്ലേ? അതായത് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൈക്രോ ഓപ്പറേഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ കണ്ടൻറ്റ് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനാണ് നമ്മൾ മൈക്രോ ഓപ്പറേഷൻ. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ് ആസ് എ സെറ്റ് ഓഫ് സെവറൽ മൈക്രോ ഓപ്പറേഷൻസ്. അപ്പം
ഓരോ ഇൻസ്ട്രക്ഷൻ, അതായത് ഇപ്പം ആഡ് R3, R1 എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ പെർഫോം ചെയ്യണമെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് സെവറൽ മൈക്രോ ഓപ്പറേഷൻസ് സിസ്റ്റത്തിന് പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഫോർ എക്സിക്യൂഷൻ ഓഫ് എ മൈക്രോ ഓപ്പറേഷൻ സെവറൽ കൺട്രോൾ സിഗ്നൽസ് ഹാവ് ടു ബി ഇഷ്യൂഡ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണം. ഈ മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പം നമുക്ക് പല കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇസഡ് ഔട്ട്, R1 ഇൻ, പിന്നെ WMFC, MDR ഔട്ട്, അങ്ങനെയുള്ള പല കൺട്രോൾ സിഗ്നൽസ് നമുക്കിവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ടായിട്ട് വരും. അപ്പോൾ ഈ കൺട്രോൾ സിഗ്നൽസൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ യൂണിറ്റാണ്. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള പല ഓപ്പറേഷൻസിനെ, അത് പ്രോസസ്സറിൽ നടക്കുന്നതായിട്ടെ അല്ലെങ്കിൽ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന IO ഡിവൈസസിലോ അല്ലെങ്കിൽ മെമ്മറിയിലോ അല്ലെ ഇതിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്തോ ആകട്ടെ, ആ ഓപ്പറേഷൻസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കൺട്രോൾ യൂണിറ്റാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത് ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, ഏത് ഓർഡറിൽ, അതായത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റായിട്ട് ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഒരു സീക്വൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്, ബൈ ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമുക്കൊരു കൺട്രോൾ യൂണിറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ആദ്യം നോക്കാം. ഫംഗ്ഷൻ ഓഫ് എ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ദ ഫംഗ്ഷൻ ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്സ് ആർ ഗിവൺ ബിലോ. First one, it controls all other devices such as memory, input, output devices connected to the CPU. അപ്പോൾ എല്ലാ ഡിവൈസസും, not only the processor, it controls all other devices such as memory, input and output devices connected to the CPU. It fetches the instructions from the memory, decodes the instruction, interprets the instruction to know what tasks are to be performed, and send a suitable control signal to other components to perform the further necessary steps to execute the instruction. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടതാണ്, ഈ ഒരു ഡയഗ്രാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ IR നമുക്ക് നോർമലി നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ എടുക്കുന്ന മെമ്മറിയിൽ നിന്നാണല്ലേ. അപ്പോൾ ആ മെമ്മറിയിൽ നിന്ന് നമ്മൾ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്തുകൊണ്ട് വന്നിട്ട് നമ്മൾ ആദ്യം കൊണ്ട് കീപ്പ് ചെയ്യുന്ന എവിടെയായിട്ടാണ്? IR എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലായിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഈ മെമ്മറിയിൽ നിന്ന് എടുക്കാനും നമ്മൾ എന്തു ചെയ്യണം? കൺട്രോൾ സിഗ്നൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പ്രോസസ്സർ MARലോട്ട് അഡ്രസ് ഓഫ് ദി എന്താണ് ഇൻസ്ട്രക്ഷൻ, ഏത് ഇൻസ്ട്രക്ഷനാണോ നമുക്ക് ഫെച്ച് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ്, ആ മെമ്മറി വേർഡിൻ്റെ അഡ്രസ്സ് MARൽ വെച്ച് കഴിയുമ്പോൾ കൺട്രോൾ യൂണിറ്റ് ഒരു റീഡ് കൺട്രോൾ സിഗ്നൽ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അത് ആ സിസ്റ്റം ബസ്സിലോട്ട് പോയിട്ടാണ് കറസ്പോണ്ടിങ് അഡ്രസ്ഡ് ലൊക്കേഷനിൽ നിന്ന് ആ ഒരു മെമ്മറി വേർഡ് IRലോട്ട്, ഇഫ് ദാറ്റ് ഈസ് എൻ ഇൻസ്ട്രക്ഷൻ, അതെന്തു ചെയ്യുന്നു? അത് നമ്മുടെ IRലോട്ട് എന്ത് ചെയ്യുന്നു? IRലോട്ട് അത് ലോഡ് ചെയ്യുന്നു. അപ്പോൾ ഈ IRൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക്കിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം IRൽ വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കിയുള്ള ഓപ്പറേഷൻസൊക്കെ പെർഫോം ചെയ്യുന്നതും ആരാണ്? ഈ കൺട്രോൾ യൂണിറ്റാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഫെച്ചസ് ദി ഇൻസ്ട്രക്ഷൻ ഫ്രം ദ മെമ്മറി, ഡീകോഡ്സ് ദി ഇൻസ്ട്രക്ഷൻ, ഇൻ്റർപ്രറ്റ്സ് ദി ഇൻസ്ട്രക്ഷൻ ടു നോ വാട്ട് ടാസ്ക്. അപ്പം ശരിക്കും ഈ കൺട്രോൾ ലോജിക്ക് ഇതിനകത്തുള്ള ഈ ഡീകോഡർ അതിനെ ഡീകോഡ് ചെയ്യുമ്പോഴാണ് ഇതിന് മനസ്സിലാവുന്നത് ഏത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് ഓപ്പറേഷൻസിനെ എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതുപോലെ ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഓർഡർ ആൻഡ് ഡയറക്ട്സ് ഓപ്പറേഷൻ ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. അപ്പം ശരിക്കും ഒരു ഓർഡർ, അതായത് എല്ലാത്തിനും ഒരു ഓർഡറിൽ, ഒരു പ്രോസസ്സ് ഏത് ഓർഡറിൽ നടക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? കൺട്രോൾ യൂണിറ്റ്സ് ആൻഡ് ഡയറക്ട്സ് ഓപ്പറേഷൻസ് ഓഫ് ദ എൻറ്റയർ സിസ്റ്റം. ആ എൻറ്റയർ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷൻസിനെ ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കൺട്രോൾ യൂണിറ്റാണ്. ഇറ്റ് ഗീവ്സ് ദ ഓർഡർ ടു ദ ALU വാട്ട് ഓപ്പറേഷൻസ് ആർ ടു ബി പെർഫോംഡ്. ഇറ്റ് ജനറേറ്റ്സ് ടൈമിംഗ് ആൻഡ് കൺട്രോൾ സിഗ്നൽസ് ആൻഡ് പ്രൊവൈഡ്സ് ദം ഫോർ ഓൾ ദ ഓപ്പറേഷൻ. എല്ലാ ഓപ്പറേഷൻസിന് വേണ്ടി ടൈമിംഗ് സിഗ്നൽസും കൺട്രോൾ സിഗ്നൽസും ജനറേറ്റ് ചെയ്യുക. റീഡ് റൈറ്റ് പോലുള്ള കൺട്രോൾ സിഗ്നൽസും ടൈമിംഗ് സിഗ്നൽസ് എന്ന് പറയും. ഈ ഓപ്പറേഷൻസ് എല്ലാം നടക്കുന്ന ഒരു ക്ലോക്ക് സിഗ്നൽസിനെ, ക്ലോക്ക് പൾസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു മാസ്റ്റർ ക്ലോക്ക് ഉണ്ടായിരിക്കും അവിടെ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നടക്കുന്നത്. അതിനനുസരിച്ച് ഓരോ ക്ലോക്ക് പൾസിൽ ഓരോ ടൈമിംഗ് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു. ഇന്ന ടൈമിൽ ഇന്ന ഓപ്പറേഷൻ നടക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ടൈമിംഗ് സിഗ്നൽ വരുമ്പോൾ ഇന്ന ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് കൺട്രോൾ സിഗ്നൽസ് കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് ചെയ്യും. ഇറ്റ് കൺട്രോൾസ് ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ ദ CPU ആൻഡ് പെരിഫറൽസ് ഇൻക്ലൂഡിങ് ദ മെമ്മറി. ഓക്കെ, നമ്മൾ മേളിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു? ഡേറ്റ ഫ്ലോയൊക്കെ കൺട്രോൾ ചെയ്യുന്നു ഇൻ ബിറ്റ്വീൻ ദി മെമ്മറി ആൻഡ് ദ CPU.
ഇറ്റ് പ്രൊവൈഡ് സ്റ്റാറ്റസ് കൺട്രോൾ ആൻഡ് ടൈമിംഗ് സിഗ്നൽ. കൺട്രോൾ സിഗ്നൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റീഡ് റൈറ്റ് കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ടൈമിംഗ് സിഗ്നൽസ് ഉണ്ടല്ലോ, T1 T2 T3 എന്നൊക്കെ പറയുന്ന ടൈമിംഗ് സിഗ്നൽസ്. പിന്നെ സ്റ്റാറ്റസ് രജിസ്റ്ററിൻ്റെ, അതായത് നമുക്ക് പ്രീവിയസ് ഓപ്പറേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത്, അതായത് ചില ALU ഓപ്പറേഷൻസ് കഴിഞ്ഞ് കഴിയുമ്പം സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്യുക. ആ ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ക്യാരി നമുക്ക് നെക്സ്റ്റ് ഓപ്പറേഷനിൽ അത് പിന്നെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സ്റ്റാറ്റസ് ഫ്ലാഗ് കറക്റ്റായിട്ട്, സ്റ്റാറ്റസ് രജിസ്റ്റർ കറക്റ്റായിട്ട് അതിൻ്റെ ഇൻഫർമേഷൻ കീപ്പ് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ യൂണിറ്റാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചതാണ് രജിസ്റ്റർ ട്രാൻസ്ഫർ ലോജിക്ക്. നമ്മൾ പഠിച്ചപ്പോൾ അതിനകത്തൊരു കാര്യം നമ്മൾ പഠിച്ചു, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. മൈക്രോ ഓപ്പറേഷനും ഉണ്ട്, കൺട്രോൾ ഫങ്ഷൻ. ഈ കൺട്രോൾ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടതാണ്, അതിൻ്റെ അകത്ത് ടൈമിംഗ് വേരിയബിൾസ് അല്ലേ. കൺട്രോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് വേരിയബിൾസ്, ചില സ്റ്റേറ്റുകൾ നമ്മുടെ സെറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ X'T1, അപ്പോൾ T1 എന്ന് പറയുന്ന ആ ഒരു ക്ലോക്ക് പൾസിൽ എക്സിൻ്റെ വാല്യൂ 0 ആകുന്ന സമയത്താണ് ഇപ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് കണ്ടൻറ്റ് ലോഡ് ചെയ്യേണ്ടത്. അല്ലെ T5 എന്ന് പറയുന്ന ടൈമിംഗ് സിഗ്നൽ എനേബിൾ ചെയ്യുന്ന സമയത്താണ് ബിയിൽ നിന്ന് സിയിലോട്ട് ഡേറ്റ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആ ഒരു ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്ന ആരാണ്? കൺട്രോൾ ലോജിക്കാണ് കൊടുക്കുന്നത്. ഏത് സമയത്ത് ഏത് ഓപ്പറേഷൻ പെർഫോം ചെയ്യണം, ഏത് ഓർഡറിൽ പെർഫോം ചെയ്യണം, അങ്ങനെയൊക്കെ പറയുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു കൺട്രോൾ യൂണിറ്റും പ്രോസസ്സറും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ കാണിക്കുന്ന ഡയഗ്രാമാണ്. കൺട്രോൾ ലോജിക്ക് എപ്പോഴും വർക്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. വെൻ ഇറ്റ് ഈസ് ട്രിഗേർഡ് ബൈ ദ എക്സ്റ്റേണൽ ഇൻപുട്ട് ദാറ്റ് ഇനിഷ്യേറ്റ് ദി മൈക്രോ ഓപ്പറേഷൻസ്. ഇപ്പോൾ ഈ പ്രോസസ്സറിനകത്ത് കുറേ ഇൻപുട്ട് ഡേറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. പ്രോസസ്സർ ഹാസ് ടു ജനറേറ്റ് ദ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഡേറ്റ when the control unit initiate the micro operations by sending the timing signals and control signals. Okay, ആ സമയത്ത് മാത്രമാണ് ഈ ഡേറ്റ പ്രോസസ്സർ എന്തോ ചെയ്യുന്നത്, അതിൻ്റെ പ്രോസസ്സിങ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് എന്തോ ചെയ്യുന്നു, ഇപ്പോൾ ALU ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ഏതെങ്കിലും സ്റ്റാറ്റസ് കണ്ടീഷൻസ് അവിടെ ഒക്കർ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഫർമേഷൻ ആർക്ക് പാസ് ചെയ്യുന്നു? കൺട്രോൾ ലോജിക്കിന് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് കൺട്രോൾ ആൻഡ് ഡേറ്റ പ്രോസസ്സർ ഇൻട്രാക്ഷൻ്റെ ഡയഗ്രാം. ഇനി മെയിനായിട്ട് കൺട്രോൾ യൂണിറ്റിലോട്ട് വരുന്ന ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിപ്പോൾ കൺട്രോൾ യൂണിറ്റാണ്. മെയിനായിട്ട് വരുന്ന ഒരു ഇൻപുട്ടാണ് ഇത് കണ്ടോ, ഈ ക്ലോക്ക് എന്ന് പറയുന്ന സംഭവം മെയിനായിട്ട് വരുന്ന ഒരു ഇൻപുട്ടാണ്. അപ്പം മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ ഇവിടെ കണ്ടോ, മാസ്റ്റർ ക്ലോക്ക് സിഗ്നൽ. This signal causes micro operations to be performed. In a single clock cycle, either a single or set of simultaneous മൈക്രോ ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ്. ഒരു ക്ലോക്ക് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലോക്ക് സൈക്കിളിനകത്ത് പല ക്ലോക്ക് പൾസുകൾ കാണും. ചിലപ്പോൾ ഒരു ക്ലോക്ക് സൈക്കിളിനകത്ത് ഒരു സിംഗിൾ ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. അതല്ല എങ്കിൽ പല ക്ലോക്ക് പൾസുകളിലായിട്ട് സെറ്റ് ഓഫ് സൈമിൾട്ടേനിയസ് മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. പിന്നെ അതുപോലെ നെക്സ്റ്റ്, അപ്പം കൺട്രോൾ യൂണിറ്റിനോട്ട് വരുന്ന ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ ക്ലോക്കാണ്. അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് നോക്കി, ഇൻപുട്ട് ഫ്രം ദ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ IR. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ഒരു ഫിഗർ കണ്ടപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാണ് IRൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് എവിടോട്ടാണ് വരുന്നത്? കൺട്രോൾ ലോജിക്കിലോട്ടാണ്. അപ്പം ഒരു ഇൻപുട്ട് കൺട്രോൾ ലോജിക്കിലോട്ട് വരുന്ന എവിടെ നിന്നാണ്? IRൽ നിന്നാണ് വരുന്നത്. The operations code, which normally include addressing mode bits of the instruction, helps in determining the various cycles to be performed and hence determines the related micro operations which are needed to be performed. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IRൽ വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അഡ്രസ്സിങ് മോഡിലുള്ളതായിരിക്കും. അതിനെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഡീകോഡർ യൂണിറ്റ് ഇൻ ദ കൺട്രോൾ ലോജിക് എന്ത് ചെയ്യുന്നു? അതിനെ ഡീകോഡ് ചെയ്തിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഏത് ഓപ്പറേഷൻസ് ആണ് പെർഫോം ചെയ്യേണ്ടത്, അതിൻ്റെ കറസ്പോണ്ടിങ് ഓപ്പറാൻസ് എവിടെയാണ് ഇരിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ IRൽ നിന്നുള്ള ഇൻപുട്ടിനെ കിട്ടിക്കഴിഞ്ഞിട്ടാണ്. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസ് ഓഫ് ദ കണ്ടീഷൻ കോഡ് ഫ്ലാഗ്സ്. ദ കൺട്രോൾ യൂണിറ്റ് യൂസസ് ഫ്ലാഗ്സ് ഫോർ ഡിറ്റർമൈനിങ് ദ സ്റ്റാറ്റസ് ഓഫ് ദ CPU. അപ്പം ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ CPUവിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് ഈ ഒരു സ്റ്റാറ്റസ് ഫ്ലാഗിൽ നിന്നുള്ള ഇൻഫർമേഷൻ, സ്റ്റാറ്റസ് രജിസ്റ്ററിൽ നിന്നുള്ള ഇൻഫർമേഷൻ എടുക്കുന്നത്. ദ ഔട്ട്കം ഓഫ് എ പ്രീവിയസ് ഓപ്പറേഷൻസ് ഓൺ ദ ALU ക്യാൻ ഓൾസോ ബി ഡിറ്റക്റ്റഡ് യൂസിങ് ദി ഫ്ലാഗ്സ്. അതായത് പ്രീവിയസ് ഓപ്പറേഷൻ്റെ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഈ സ്റ്റാറ്റസ് ഫ്ലാഗിൽ നിന്നുള്ള ഇൻഫർമേഷൻ യൂസ് ചെയ്യാനായിട്ട്
പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കി ഏതൊക്കെ ഇൻപുട്ട് വന്നു, IRൽ നിന്നുള്ള ഇൻപുട്ട് വന്നു, ക്ലോക്ക് വന്നു, പിന്നെ സ്റ്റാറ്റസ് ആൻഡ് കണ്ടീഷണൽ ഫ്ലാഗ്സിൽ നിന്നുള്ള ഇൻപുട്ടുകൾ വന്നു. ഇനി അതുപോലെ തന്നെ അപ്പാർട്ട് ഫ്രം ദീസ് ഇൻപുട്സ് ഇവിടെ വേറെ എക്സ്റ്റേണൽ ഇൻപുട്സ് കൂടെ ഉണ്ട്. ദാറ്റ് ആർ ദ സിഗ്നൽസ് സച്ച് എസ് MFC, ഇൻട്രപ്റ്റ് റിക്വസ്റ്റ്. നമുക്കറിയാം കൺട്രോൾ ലൈൻസിൻ്റെ വൺ ലൈൻ ഈ സ്പെസിഫിക്കലി ഡെഡിക്കേറ്റഡ് ഫോർ ദി ഇൻട്രപ്റ്റ് കൺട്രോൾ സിഗ്നൽസ് അല്ലേ. അപ്പോൾ ഇൻട്രപ്റ്റ് റിക്വസ്റ്റുകൾ വരാം, അതാണ് എക്സ്റ്റേണൽ ഇൻപുട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ MFC സിഗ്നൽ നമുക്കറിയാമല്ലോ. ഇപ്പം ഒരു മെമ്മറി ഓപ്പറേഷന് വേണ്ടിയിട്ട് മെമ്മറി റീഡ് ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താണ് പ്രോസസ്സർ വെയിറ്റ് ചെയ്യുകയാണ് ഈ കൺട്രോൾ യൂണിറ്റിന് ഈ WMFC എന്ന് പറയുന്ന സിഗ്നൽസ് തിരിച്ച് അതായത് മെമ്മറി ഫങ്ഷൻ കംപ്ലീറ്റ് എന്ന് പറയുന്ന സിഗ്നൽ തിരിച്ച് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് അത് നെക്സ്റ്റ് അടുത്ത ക്ലോക്ക് പൾസിൽ അടുത്ത ക്ലോക്ക് സൈക്കിളിൽ MDR ഔട്ട് IR ഇൻ എന്ന് പറയുന്ന മൈക്രോ ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് അതായത് ഇൻട്രപ്റ്റ് MFC എന്നൊക്കെ പറയുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ ഇൻപുട്സ് ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് കാണിച്ചിട്ടില്ല. വേറെ നമ്മളിനി വേറെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുമ്പോൾ എക്സ്റ്റേണൽ ഇൻപുട്സ് പഠിക്കും. അടുത്തത് ഔട്ട്പുട്ട് ഫ്രം ദി കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ഔട്ട്പുട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സിഗ്നൽസ് വിച്ച് ആർ റിക്വയർഡ് വിതിൻ ദ CPU ടു സീക്വൻസ് മൈക്രോ ഓപ്പറേഷൻസ്, കൺട്രോൾ സിഗ്നൽസ് ടു ദി എക്സ്റ്റേണൽ കൺട്രോൾ ബസ്. അതായത് കൺട്രോൾ യൂണിറ്റിന് പുറത്തേക്ക് പോകുന്ന സിഗ്നൽ, അതായത് ഔട്ട്പുട്ട് സിഗ്നൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, CPUവിനോട് മൈക്രോ ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നൽസ് ദാറ്റ് ഈസ് ജനറേറ്റഡ് ബൈ ദി കൺട്രോൾ യൂണിറ്റ്, ദാറ്റ് ഈസ് ആൻ ഔട്ട്പുട്ട് സിഗ്നൽ. പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ബസ്സിന് എന്തെങ്കിലും റീഡ് റൈറ്റ് കൺട്രോൾ സിഗ്നൽസ് ഒക്കെ ജനറേറ്റ് ചെയ്യത്തില്ല. അതാണ് ഈ സംഭവങ്ങൾ, അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഈ നമ്മളൊരു കൺട്രോൾ യൂണിറ്റിനെ ഡിസൈൻ ചെയ്യുമ്പം 4 രീതിയിൽ, അപ്പോൾ ഈ സംഭവം മൈക്രോ ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യാനൊക്കെ കൺട്രോൾ സിഗ്നൽസൊക്കെ ജനറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. 4 മെത്തേഡ്സ് ഓഫ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഓക്കെ, അതിനകത്ത് മെയിനായിട്ട് അതായത് ടു എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ ദ പ്രോസസ്സർ മസ്റ്റ് ഹാവ് സം മീൻസ് ഓഫ് ജനറേറ്റിംഗ് ദ കൺട്രോൾ സിഗ്നൽസ് നീഡഡ് ഇൻ ദി പ്രോപ്പർ സീക്വൻസ്. അതായത് പ്രോപ്പർ സീക്വൻസിൽ ഈ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് ഓപ്പറേഷൻസൊക്കെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ 4 മെത്തേഡ്സാണ് യൂസ് ചെയ്യുന്നത്. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്, സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡിക്കോഡർ മെത്തേഡ്, PLA കൺട്രോൾ മെത്തേഡ് ആൻഡ് മൈക്രോ പ്രോഗ്രാം കൺട്രോൾ മെത്തേഡ്. ഇന്നത്തെ ആദ്യത്തെ 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് SSI MSI സിസ്റ്റമാണ് അത് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ LSI സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 മെത്തേഡ് നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ കൺട്രോൾ ലോജിക് സിസ്റ്റം എന്നും ഹാർഡ്വെയർ കൺട്രോൾ ലോജിക് എന്ന് അതായത് ലാസ്റ്റിലത്തെ 2 നമ്മൾ പറയുന്നത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ ലോജിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അപ്പം ഈ ആദ്യത്തെ 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ എന്താണ് സീക്വൻഷ്യൽ സർക്യൂട്ടും മറ്റേതിനകത്ത് നമ്മൾ കോമ്പിനേഷണൽ സർക്യൂട്ട്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതനുസരിച്ചാണ് അതിൻ്റെ വർക്കിങ്ങിൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ്. അതായത് ആ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ഒരു സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നു. അതാണ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്. ദിസ് മെത്തേഡ് യൂസസ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് ഇൻ ദ കൺട്രോൾ സീക്വൻഷ്യൽ സർക്യൂട്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു കൺട്രോൾ സിസ്റ്റം, ഒരു കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ ലോജിക്ക് നമ്മളിവിടെ ഡിസൈൻ ചെയ്യുകയാണ്. ദിസ് മെത്തേഡ് യൂസസ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് ഇൻ ദി കൺട്രോൾ സീക്വൻഷ്യൽ സർക്യൂട്ട്. Only 1 flip-flop is set at any particular time. All others are cleared. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്റ്റേറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ നമ്മളൊരു ഡിജിറ്റൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് സ്റ്റേറ്റുകൾ കാണും. ഓരോ സ്റ്റേറ്റ്സിലും കൺട്രോൾ യൂണിറ്റ്സ് പല കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നു, പല മൈക്രോ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാനായിട്ട്. ഇതിപ്പോൾ 4 സ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ T0, T1, T2, T3. അപ്പോൾ 4 സ്റ്റേറ്റിനെ കാണിക്കാനായിട്ട് വി ഹാവ് ടു യൂസ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
only one flip-flop is set at any particular time, all others are cleared. അപ്പം അറ്റ് എ ടൈമിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ ഇവിടെ സെറ്റ് ആകത്തുള്ളൂ, ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു സ്റ്റേറ്റ് മാത്രമേ അപ്പോൾ ഇനേബിൾ ആകത്തുള്ളൂ, ബാക്കി എല്ലാ സ്റ്റേറ്റുകളും അപ്പോൾ ഡിസേബിൾ ആയിരിക്കും. ഓക്കെ. A single bit is made to propagate from one flip-flop to the other under the control of a decision logic. ഇവിടെ ഡിസിഷൻ ലോജിക് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ ഡിസിഷൻ ലോജിക്കിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബിറ്റ് ഈസ് മെയ്ഡ് ടു പ്രൊപ്പഗേറ്റ് ഫ്രം വൺ ഫ്ലിപ്പ് ഫ്ലോപ്പ് ടു അതർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ഡിസിഷൻ ലോജിക്. ഇവിടെ ഡിസിഷൻ ലോജിക്ക് ഒരു ബിറ്റ് എന്തു ചെയ്യുന്നു, ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ഈ നെക്സ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ ഏത് സ്റ്റേറ്റാണോ എനേബിൾ ആക്കേണ്ടി ആ കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുമ്പോൾ അതെന്ത് ചെയ്യുന്നു, സെറ്റ് ആവുന്നു. ഇൻ സച്ച് ആൻ അറേ ഈച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പ് റെപ്രസെൻറ്റ് എ സ്റ്റേറ്റ് ആൻഡ് ഈസ് ആക്ടിവേറ്റഡ് only when the control bit is transferred to it. അപ്പം ഇവിടെ നമുക്കറിയാം ഓരോ കൺട്രോൾ ബിറ്റും അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡിസിഷൻ ലോജിക്ക് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിൽ കൂടി ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് അപ്പം ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റിനെയാണ്. ആൻഡ് ദിസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഈസ് ആക്ടിവേറ്റഡ് ഓൺലി വെൻ ദ കൺട്രോൾ ബിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇറ്റ്. ഓക്കെ. അപ്പം എവിടെയാണോ കൺട്രോൾ ബിറ്റ് എപ്പോഴാണോ ഫ്ലിപ്പ് ഫ്ലോപ്പ് വരുന്നത് ആ സമയത്ത് മാത്രമേ അത് ആക്ടിവേറ്റ് ആകത്തുള്ളൂ. ഇപ്പോൾ T1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് കൺട്രോൾ ബിറ്റ് ആ ഒരു കറസ്പോണ്ടിങ് ഫ്ലിപ്പ് ഫ്ലോപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ സമയത്ത് T0യും T2യും T3യും എല്ലാം ഡിസേബിൾഡ് ആയിരിക്കും. ഓക്കെ. ഇൻ ദിസ് മെത്തേഡ് മാക്സിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് വർ യൂസ്ഡ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും. എത്ര സ്റ്റേറ്റ് വേണോ അത്രയും ഫ്ലിപ്പ് ഫ്ലോപ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അപ്പം സിംപ്ലിസിറ്റിയാണ് ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഓൾസോ ഓഫേഴ്സ് അതർ അഡ്വാൻറ്റേജസ് ലൈക്ക് സേവിങ്സ് ഇൻ ഡിസൈൻ എഫോർട്ട്. ഓക്കെ. അപ്പം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് വലിയ എഫോർട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ദ സിസ്റ്റം കോസ്റ്റ് സിൻസ് മോർ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആർ യൂസ്ഡ്. അതായത് എത്രയും സ്റ്റേറ്റുകൾ നമുക്ക് വേണോ, എത്രയും കൂടുതൽ സ്റ്റേറ്റുകൾ നമുക്ക് വേണോ അത്രയും കൂടുതൽ ഫ്ലിപ്പ് ഫ്ലോപ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതാണ് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പം നമ്മളൊരു എന്താണ് ഇവിടെ ഇപ്പം കാണിച്ചിരിക്കുന്ന ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നു 4 സിസ്റ്റത്തിന് വേണ്ടി. അതായത് ഫിഗർ ഷോസ് ദ കോൺഫിഗറേഷൻ ഓഫ് എ 4-state സീക്വൻഷ്യൽ കൺട്രോൾ ലോജിക് ദാറ്റ് യൂസസ് 4 D-type ഫ്ലിപ്പ് ഫ്ലോപ്സ്, 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്. ദാറ്റ് ഈസ് I is equal to അതായത് T1 T2 T3 T0 എന്ന് പറയുന്ന 4 സ്റ്റേറ്റുകൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനിയും ഇവിടെ നോക്കി അറ്റ് എനി ഗിവൺ ടൈം ഇൻ്റർവെൽ between 2 clock pulses only 1 flip flop is equal to 1 and all others are 0. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ക്ലോക്ക് പൾസ് ഇൻ്റർവെല്ലിൽ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് മാത്രമേ ആക്ടിവേറ്റ് ആകത്തുള്ളൂ, അതിൻ്റെ വാല്യൂ മാത്രമേ 1 ആകത്തുള്ളൂ. ദാറ്റ് ടൈം ആ കൺട്രോൾ ബിറ്റ് ആ ഫ്ലിപ്പ് ഫ്ലോപ്പിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്ത് വന്നിട്ട് അവിടെ ആയിരിക്കും സെറ്റ് ആയിരിക്കുന്നത്. ഓൾ അതേഴ്സ് ആർ 0. ദ ട്രാൻസിഷൻ ഫ്രം ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് is a function of the present state Ti, that is a one and certain input condition. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക്, അതായത് T0യിൽ നിന്ന് T1ലേക്ക് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഈ ഡിസിഷൻ ലോജിക്കിലോട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രീവിയസ് സ്റ്റേറ്റിൻ്റെ, അതായത് T0യിൽ നിന്ന് T1ലോട്ട് മാറണമെങ്കിൽ അത് പ്രീവിയസ് സ്റ്റേറ്റിൻ്റെ ഔട്ട്പുട്ടും എടുക്കുന്നു. പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ഇൻപുട്ടും വെച്ചിട്ടാണ് ഈ ഡിസിഷൻ ലോജിക്ക് തീരുമാനിക്കേണ്ടത് ഇനി അടുത്ത ഏത് സ്റ്റേറ്റാണ് സെറ്റ് ചെയ്യേണ്ടത്. ട്രാൻസിഷൻ ഫ്രം ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് Ti. ഇപ്പം T0യിൽ നിൽക്കുകയാണെങ്കിൽ T1ലോട്ട് മാറണമെങ്കിൽ പ്രസൻറ്റ് സ്റ്റേറ്റും എടുക്കുക, അതായത് T0 സ്റ്റേറ്റും എക്സ്റ്റേണൽ ഇൻപുട്ടും കൂടെ വെച്ചിട്ടാണ് ഡിസിഷൻ ലോജിക്ക് തീരുമാനിക്കുന്നത്. ദ ട്രാൻസിഷൻ ഫ്രം ദി പ്രസൻറ്റ് സ്റ്റേറ്റ് ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി പ്രസൻറ്റ് സ്റ്റേറ്റ് Ti, ദാറ്റ് ഈസ് 1. അതാണല്ലോ 1 ആയിട്ട് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് സർട്ടൻ ഇൻപുട്ട് conditions. Okay, the next state is when the previous flip flop is cleared and a new one is set. അപ്പോൾ അടുത്ത സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ പ്രീവിയസ്, അതായത് T0 0 ആയിട്ട് മാറുകയും T1 1 ആയിട്ട് സെറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡ്, 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, ഇനി
അടുത്ത മെത്തേഡ് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് സീക്വൻറ്റ് രജിസ്റ്റർ ആൻഡ് ഡീകോഡർ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്സിന് പകരം നമ്മളൊരു സീക്വൻസ് രജിസ്റ്ററാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു ഡീകോഡർ സർക്യൂട്ട്. അവിടെ നോക്കി, ഫോർ എ n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഇൻ സീക്വൻസ് രജിസ്റ്റർ ദ സർക്യൂട്ട് വിൽ ഹാവ് 2 raised to n states and the decoder will have 2 raised to n outputs. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ by the help of this sequence register and the decoder this system can generate n 2 raised to n output by using n flip flops. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രീവിയസ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ, പ്രീവിയസ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ n സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമായിരുന്നു? നമുക്ക് n ഫ്ലിപ്പ് ഫ്ലോപ്സ് വേണമായിരുന്നു. ഇവിടെ നമുക്ക് n ഫ്ലിപ്പ് ഫ്ലോപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2 raised to n ഔട്ട്പുട്ട്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് എന്താണ് 16 സ്റ്റേറ്റ് ഉണ്ടാക്കണമെങ്കിൽ 16 സ്റ്റേറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് മതി. എന്നാൽ നമ്മൾ നേരത്തെയുള്ള പ്രീവിയസ് മെത്തേഡായിരുന്നു നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് കൊണ്ട് നമുക്ക് 4 സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളായിരുന്നു. ഇവിടെയാണെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് കൊണ്ട് നമുക്ക് 2 raised to n സ്റ്റേറ്റ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. ആൻഡ് ബൈ ദ help of this 4 into 16 decoder it can generate 16 outputs, 1 for each state of the register. Okay, the other outputs which are the function of the present state and the external inputs may initiate the micro operations. Okay, അപ്പം ഇവിടെ നോക്കി, ഇവിടെ അതർ കൺട്രോൾ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്ന് പറയുന്നത് അതായത് എപ്പാർട്ട് ഫ്രം ദീസ് 16 സ്റ്റേറ്റ്സ് നമുക്ക് മറ്റ് സ്റ്റേറ്റുകളും ജനറേറ്റ് ചെയ്യാം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ദാറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് പ്രസൻറ്റ് സ്റ്റേറ്റ്. അതായത് ഇവിടെ നമ്മുടെ ഫീഡ്ബാക്ക് പോലെ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ ഡിസിഷൻ ലോജിക്കിലോട്ട്. അപ്പം the other outputs which are a function of the present state and the external inputs. അപ്പം എക്സ്റ്റേണൽ ഇൻപുട്ട്സ് ഇവിടെ കണ്ടോ, ഇതിനകത്തോട്ട് വരുന്ന എക്സ്റ്റേണൽ ഇൻപുട്ടും അതുപോലെ തന്നെ പ്രസൻറ്റ് സ്റ്റേറ്റും വെച്ചിട്ട് അതർ ഔട്ട്പുട്ട്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് T0, T1, T2 ആൻഡ് T3 സ്റ്റേറ്റ്സ് മറ്റ് സ്റ്റേറ്റുകളും ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇവിടെ ഇഫ് ദ കൺട്രോൾ സർക്യൂട്ട് ഡസ് നോട്ട് നീഡ് എക്സ്റ്റേണൽ ഇൻപുട്ട്സ് the sequence register reduces to a counter that continuously sequence through a different states. അപ്പം ഇവിടെ നമുക്ക് എക്സ്റ്റേണൽ ഇൻപുട്ട് ആവശ്യമില്ലെന്ന് വരുന്ന ഒരു കേസ് വരികയാണെങ്കിൽ ഈ ഒരു സീക്വൻസ് രജിസ്റ്റർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സീക്വൻസ് രജിസ്റ്റർ ഒരു കൗണ്ടറായിട്ട് ആക്ട് ചെയ്തിട്ട് ഈ 16 ഇപ്പം നമ്മളെന്താ പറയുന്നത് ഒരു 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ജനറേറ്റ് 16 ഔട്ട്പുട്ട്സ് എന്നല്ലേ. അപ്പോൾ ആ 16 ഔട്ട്പുട്ട്സും 1 by 1 ആയിട്ട് അത് ജനറേറ്റ് ചെയ്യും. ഓക്കെ, മറ്റേ എക്സ്റ്റേണൽ ഇൻപുട്ട് കൂടെ ഉണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദി 16 ഏതാണോ ആവശ്യമുള്ളത് അതാണ് ജനറേറ്റ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇഫ് ദ കൺട്രോൾ സർക്യൂട്ട് ഈസ് നോട്ട് നീഡഡ് ദി എക്സ്റ്റേണൽ ഇൻപുട്ട്സ്. അപ്പോൾ ഈ ഡിസിഷൻ ലോജിക്കിൻ്റെ ആവശ്യമില്ല. ഡിസിഷൻ ലോജിക്കാണ് ഏത് സമയത്ത് ഏതെന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തോ ചെയ്യും, the sequence register act as a counter that continuously sequence through the different states. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെത്തേഡിനെ കൗണ്ടർ ഡീകോഡർ മെത്തേഡ് എന്നും പറയുന്നു. പിന്നെ അതുപോലെ എക്സ്റ്റേണൽ ഇൻപുട്ട്സ് ഉള്ള കേസിൽ വി ഹാവ് ടു യൂസ് ദിസ് ഡിസിഷൻ ലോജിക്. ആ ഡിസിഷൻ ലോജിക്കാണ് തീരുമാനിക്കുന്നത് ഔട്ട് ഓഫ് ദി 16 സ്റ്റേറ്റ്സിൽ ഡീകോഡർ ഏത് ഔട്ട്പുട്ട് സെറ്റ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഡീകോഡർ അതനുസരിച്ചുള്ള ഡിസിഷൻ ലോജിക്കിൽ നിന്നുള്ള ഇൻഫർമേഷൻ അനുസരിച്ചായിരിക്കും ആ ഒരു ഔട്ട്പുട്ട് അവിടെ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന 4 സ്റ്റേറ്റ് സീക്വൻഷ്യൽ കൺട്രോൾ ലോജിക്കാണ്. ദ സീക്വൻസ് രജിസ്റ്റർ ഹാസ്, ഇവിടെ സീക്വൻസ് രജിസ്റ്ററിന് സീക്വൻസ് രജിസ്റ്ററിനകത്ത് 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് ആണുണ്ട്. അപ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്സ് കൊണ്ട് വി ക്യാൻ ജനറേറ്റ് 2 raised to 2 states, that is 4 states, and the decoder establishes separate outputs for each states, that is T0, T1, T2 and T3. The transition to the next state is a function of the present state. കണ്ടോ, ട്രാൻസിഷൻ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ ഓഫ് ദി പ്രസൻറ്റ് സ്റ്റേറ്റ്. ഈ പ്രസൻറ്റ് സ്റ്റേറ്റ് കൊണ്ട് എല്ലാം ഇങ്ങനെ ഫീഡ്ബാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫങ്ഷൻ ഓഫ് എ പ്രസൻറ്റ് സ്റ്റേറ്റ് ആൻഡ് ദിസ് എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ. ഇവിടുത്തെ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷനും പിന്നെ അതുപോലെ തന്നെ പ്രസൻറ്റ് സ്റ്റേറ്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ,
അടുത്തത് PLA കൺട്രോൾ. അപ്പോൾ 2 മെത്തേഡുണ്ട്. ഫസ്റ്റ് 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡിക്കോഡർ മെത്തേഡ്. ദ തേർഡ് വൺ ഈസ് PLA കൺട്രോൾ. അപ്പം 1 ഫ്ലിപ്പ് ഫ്ലോപ്പ് പെർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 4 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് അവിടെ വരയ്ക്കണം. സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ഡിക്കോഡർ മെത്തേഡിനകത്ത് ഡിസിഷൻ ലോജിക്ക് കൂടാതെ സീക്വൻസ് രജിസ്റ്ററും വരയ്ക്കണം, നമ്മൾ ഡിക്കോഡറും വരയ്ക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് PLA കൺട്രോളാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിമിലർ ടു ദ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് ദി ഡീകോഡർ മെത്തേഡിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇവിടെ നമ്മൾ നോക്കി ആ ഒരു ഡിസിഷൻ ലോജിക്ക് ഇല്ല, ഇവിടെ ഡീകോഡറും ഇല്ല. അപ്പോൾ അതിന് പകരമായിട്ട് PLA എന്ന് പറയുന്ന ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫിഗറിൽ നമുക്ക് കാണാം. By using the PLA for combinational circuit, it is possible to PLA means programmable logical array. For combinational circuit, it is possible to reduce the number of ICs and number of interconnection wires. Okay, അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് എ കോമ്പിനേഷണൽ സർക്യൂട്ട്. ബേസിക്കലി നമ്മൾ ഇതിനകത്ത് ഗേറ്റുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഹിയർ വി ക്യാൻ റെഡ്യൂസ് നമ്പർ ഓഫ് ICs ആൻഡ് നമ്പർ ഓഫ് ഇൻ്റർ കണക്ഷൻസ്. ഇവിടെ നമ്മളിപ്പോൾ ഡിസിഷൻ ലോജിക്കും നമ്മൾ അവോയ്ഡ് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ ഡീകോഡർ സർക്യൂട്ടും അവോയ്ഡ് ചെയ്തു. അപ്പം പല ഇൻ്റർ കണക്ഷൻസും നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ICs ഓൾസോ വി ക്യാൻ റെഡ്യൂസ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കോസ്റ്റുകളും കുറയും. പിന്നെ PLA ഔട്ട്പുട്ട് ഡിറ്റർമൈൻസ് വിച്ച് മൈക്രോ ഓപ്പറേഷൻ ഷുഡ് ബി ഇനീഷ്യേറ്റ്. അപ്പോൾ ഈ PLA ഔട്ട്പുട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ ഹോൾ സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് ആക്ട് എസ് എ കൺട്രോൾ യൂണിറ്റ്. അപ്പം ഈ കൺട്രോൾ യൂണിറ്റിൻ്റെ ഔട്ട്പുട്ടാണല്ലോ നമ്മൾ ഏത് മൈക്രോ ഓപ്പറേഷനാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് എന്നുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത്. അതാ പറഞ്ഞിരിക്കുക PLA ഔട്ട്പുട്ട് ഡിറ്റർമൈൻസ് വിച്ച് മൈക്രോ ഓപ്പറേഷൻ ഷുഡ് ബി ഇനീഷ്യേറ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്റ്റേണൽ ഇൻപുട്ട്. എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇൻപുട്ടിനെയാണ്, ഇൻപുട്ട് കണ്ടീഷൻസ്. നമ്മളിപ്പം പറയത്തില്ലേ, ഇപ്പം X-T1 എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻസ് രജിസ്റ്റർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്റ്റേറ്റ് ജനറേറ്റ് ചെയ്യുന്ന എപ്പോഴും നമ്മൾ PLAയുടെ പ്രസൻറ്റ് സ്റ്റേറ്റും പിന്നെ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻസ് രജിസ്റ്റർ. ഇപ്പോൾ PLA എന്ന് വരുന്ന മൈക്രോ ഓപ്പറേഷൻസ് ആ ഒരു പ്രസൻറ്റ് സ്റ്റേറ്റ് നമ്മുടെ സീക്വൻസ് രജിസ്റ്ററിലോട്ട് പോയിട്ട് ആ സീക്വൻസ് രജിസ്റ്ററിൽ നിന്ന് വരുന്ന ഇൻഫർമേഷനും പിന്നെ അതുപോലെ ഈ ഒരു എക്സ്റ്റേണൽ ഇൻപുട്ടും കൂടെ ചേർത്തിട്ടാണ് നെക്സ്റ്റ് സ്റ്റേറ്റ് PLA ജനറേറ്റ് ചെയ്യുന്നത്. PLA ഔട്ട്പുട്ട് ഡിറ്റർമൈൻസ് വിച്ച് മൈക്രോ ഓപ്പറേഷൻ ഷുഡ് ബി ഇനീഷ്യേറ്റഡ്. അതായത് നെക്സ്റ്റ് ഏത് മൈക്രോ ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻ ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻസ് രജിസ്റ്റർ. അപ്പോൾ ഇവിടെ നോക്കി PLAയിലോട്ട് 2 ഇൻപുട്ടാണ് വരുന്നത്. വൺ ഈസ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻസ് രജിസ്റ്റർ ആൻഡ് വൺ ഈസ് എക്സ്റ്റേണൽ ഇൻപുട്ട്. ബൈ യൂസിങ് ദീസ് 2 ഫാക്ടേഴ്സ് PLA determines which micro operation should be initiated. Okay. The external sequence register establishes the present state of the control circuit. ഇപ്പം ഈ സീക്വൻസ് രജിസ്റ്ററാണ് കൺട്രോൾ സർക്യൂട്ടിൻ്റെ പ്രസൻറ്റ് സ്റ്റേറ്റിനെ കാണിക്കുന്നത്. ദ PLA ഔട്ട്പുട്ട്സ് ഡിറ്റർമൈൻ വിച്ച് മൈക്രോ ഓപ്പറേഷൻ ഷുഡ് ബി ഇനീഷ്യേറ്റഡ് ഡിപ്പെൻഡിങ് ഓൺ ദ എക്സ്റ്റേണൽ ഇൻപുട്ട് കണ്ടീഷൻസ് ആൻഡ് ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻസ് രജിസ്റ്റർ. മുമ്പേ പറഞ്ഞതുപോലെ അറ്റ് ദ സെയിം ടൈം PLA ഔട്ട്പുട്ട് ഡിറ്റർമൈൻസ് ദ നെക്സ്റ്റ് സ്റ്റേറ്റ് ഓഫ് ദ സീക്വൻസ് രജിസ്റ്റർ. അപ്പോൾ ഈ PLA ഔട്ട്പുട്ട് തന്നെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇവിടെ കണ്ടോ ഫീഡ്ബാക്ക് പോലെ കൊടുത്തിരിക്കുന്നത് സീക്വൻസ് രജിസ്റ്ററിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്താണെന്നുള്ളത്. അത് വീണ്ടും PLAയിലോട്ട് കൊടുത്ത് എക്സ്റ്റേണൽ ഇൻപുട്ടും വെച്ചിട്ടാണ് നമ്മൾ ഏത് മൈക്രോ ഓപ്പറേഷൻ ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഓഫ് ഫൈനൽ കൺട്രോൾ ലോജിക് ഡിസൈൻ എന്ന് പറയുന്നത് മൈക്രോ പ്രോഗ്രാം കൺട്രോളാണ്. അതായത് 4th മെത്തേഡ് എന്ന് പറയുന്നത് മൈക്രോ പ്രോഗ്രാം കൺട്രോളാണ്. ഇവിടെ the purpose of the control unit is to initiate a series of sequential steps of micro operations. നമുക്കറിയാമല്ലോ ശരിക്കും ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് മൈക്രോ ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് കറസ്പോണ്ട് അത് ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള കൺട്രോൾ സിഗ്നൽസും ടൈമിംഗ് സിഗ്നൽസും അതുപോലെ സ്റ്റാറ്റസ് ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൺട്രോൾ യൂണിറ്റിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. At any given time, certain operations are to be initiated while all others remain idle. Okay. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു ഗിവൺ ടൈമിൽ സെർട്ടൺ ഓപ്പറേഷൻസ് മാത്രമേ ഇപ്പം നമുക്കറിയാമല്ലോ, ഇന്ന ക്ലോക്ക് പൾസിൽ ഇന്ന ഓപ്പറേഷൻ മാത്രമേ നടക്കാവൂ. അടുത്ത ക്ലോക്ക് പൾസ് ഇപ്പം നമുക്ക് മെമ്മറി റീഡിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ആ WMFC സിഗ്നൽ കിട്ടുന്നിടം വരെ ആ ക്ലോക്ക് പൾസിൽ തന്നെ നിൽക്കാം. അടുത്ത നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ അത് MDR ഔട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു സ്റ്റേറ്റിൽ ചില ഓപ്പറേഷൻസ് മാത്രമേ എനേബിൾ ആകത്തുള്ളൂ, ബാക്കിയൊക്കെ ഐഡിലായിരിക്കും. അറ്റ് എനി ഗിവൺ ടൈം സർട്ടൺ ഓപ്പറേഷൻസ് ആർ ടു ബി ഇനീഷ്യേറ്റഡ് വൈൽ ഓൾ അതേഴ്സ് റിമൈൻ ഐഡിൽ. അപ്പോൾ ഈ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളിനകത്ത് നമുക്കറിയാം, മൈക്രോ പ്രോഗ്രാംഡ് ഓൾറെഡി അത് പ്രോഗ്രാംഡ് ആണ് അല്ലേ. അപ്പം മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോളിനകത്ത് ഈ കൺട്രോൾ വേരിയബിളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൺട്രോൾ യൂണിറ്റ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ദ കൺട്രോൾ വേരിയബിൾ അറ്റ് എനി ഗിവൺ ടൈം ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ, അപ്പോൾ ശരിക്കും ഈ കൺട്രോൾ വേരിയബിൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ട്രിങ്സ് ഓഫ് 1s and 0s എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ കൺട്രോൾ വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കൺട്രോൾ വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കൺട്രോൾ വേർഡ് ക്യാൻ ബി പ്രോഗ്രാം ടു ഇനിഷ്യേറ്റ് ദ വേരിയസ് കമ്പോണൻസ് ഇൻ ദ സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ. അപ്പം ഈ കൺട്രോൾ വേരിയബിൾസിൻ്റെ ആ ഒരു സീക്വൻസിനെ നമ്മൾ പറയുന്നത് കൺട്രോൾ വേർഡ് എന്ന് പറയുന്നത്. ദാറ്റ് മേ ബി കളക്ഷൻസ് ഓഫ് 0s and 1s. അപ്പോൾ അതിനെ പ്രോഗ്രാം ചെയ്തിട്ട് നമ്മൾ വേരിയസ് സിസ്റ്റത്തിനെ അതായത് കമ്പ്യൂട്ടറിൻ്റെ വേരിയസ് കമ്പോണൻസിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ കൺട്രോൾ വേർഡ്സ് സെറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് ഹൂസ് കൺട്രോൾ വേരിയബിൾസ് ആർ സ്റ്റോർഡ് ഇൻ എ മെമ്മറി ദാറ്റ് ഈസ് കോൾഡ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പം ഇനി അപ്പം ഈ കൺട്രോൾ വേരിയബിൾസിനെയൊക്കെ നമ്മൾ ഒരു മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനെ കൺട്രോൾ മെമ്മറി എന്ന് പറയുന്നു. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ഈസ് നോൺ എസ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ഈ ടൈപ്പിലുള്ള ഓർഗനൈസേഷനെ നമ്മൾ പറയുന്നത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദീസ് കൺട്രോൾ വേരിയബിൾസ് ആർ സ്റ്റോർഡ് ഇൻ എ മെമ്മറി ആൻഡ് ദാറ്റ് മെമ്മറി ഈസ് കോൾഡ് കൺട്രോൾ മെമ്മറി. ഇതിനെ നമ്മൾ പറയുന്നത് കൺട്രോൾ മെമ്മറി എന്നാണ്. അത് ഞാനിവിടെ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ കൺട്രോൾ മെമ്മറി എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഈച്ച് കൺട്രോൾ വേർഡ് ഓഫ് ദ മെമ്മറി ഈസ് കോൾഡ് എ മൈക്രോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിനകത്തുള്ള ഓരോ വേർഡിനെ നമ്മൾ പറയുന്നത് മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്നാണ്. ആൻഡ് ദ സീക്വൻസ് ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻ ഈസ് കോൾഡ് എ മൈക്രോ പ്രോഗ്രാം. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അതുപോലെ തന്നെ ഈ കൺട്രോൾ വേർഡിനെ നമ്മൾ പറയുന്ന മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മൾ പറയുന്നത് മൈക്രോ പ്രോഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി കൺട്രോൾ മെമ്മറി ഈസ് യൂഷ്വലി, അതായത് നമ്മൾ ഒരു അഡീഷണൽ ഓപ്പറേഷൻ ഇപ്പം ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിലും ഡയറക്റ്റ് അഡ്രസ്സിങ് മോഡിലൊക്കെ നടക്കുന്നതിന് അതിന് പ്രത്യേകം മൈക്രോ പ്രോഗ്രാമുകളുണ്ട്. ആ മൈക്രോ പ്രോഗ്രാമിനകത്ത് കളക്ഷൻ ഓഫ് മൈക്രോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി കൺട്രോൾ മെമ്മറി ഈസ് യൂഷ്വലി റോം സിൻസ് ആൻ ഓൾട്ടറേഷൻ ഓഫ് ദ മൈക്രോ പ്രോഗ്രാം ഈസ് സെൽഡം നീഡഡ്. അപ്പോൾ ഓൾറെഡി ഇത് പ്രോഗ്രാംഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഈ കൺട്രോൾ മെമ്മറിയായിട്ട് നോർമലി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു റോമാണ്. ഇവിടെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു തരാം. ദിസ് ഈസ് ദ കൺട്രോൾ മെമ്മറി. ഈ കൺട്രോൾ മെമ്മറിയിലാണ് കൺട്രോൾ വേരിയബിൾസ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നോർമലി ഒരു റോം അല്ലെങ്കിൽ ഒരു PLA പ്രോഗ്രാമർ, ലോജിക്കൽ അറേ, റൈറ്റ് കൺട്രോൾ മെമ്മറി, അതൊക്കെയാണ് നമ്മൾ നോർമലി കൺട്രോൾ മെമ്മറിയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺട്രോൾ മെമ്മറി അഡ്രസ് രജിസ്റ്റർ സ്പെസിഫൈസ് ദ കൺട്രോൾ വേർഡ് റീഡ് ഫ്രം ദ കൺട്രോൾ മെമ്മറി. അപ്പോൾ ഇവിടെ ഒരു കൺട്രോൾ അഡ്രസ് രജിസ്റ്റർ ഉണ്ട്. പിന്നെ അതുപോലെ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ ഉണ്ട്. അപ്പം ബൈ യൂസിങ് ദി എക്സ്റ്റേണൽ input condition and from the informations from the control memory എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് അഡ്രസ് ജനറേറ്റർ അടുത്ത ഏത് വേർഡിനെയാണോ നമുക്ക് റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സ് ജനറേറ്റ് ചെയ്തിട്ട് ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ഇവിടെ കണ്ട് ഈ കൺട്രോൾ അഡ്രസ് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. ആ അഡ്രസ്സ് കൺട്രോൾ മെമ്മറിയിലോട്ട് പാസ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് മെമ്മറി വേർഡിനെ ഫെച്ച് ചെയ്തുകൊണ്ട് മൈക്രോ ഓപ്പറേഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യും. The ROM operates a combinational circuit with the address value. ഇവിടെ നോക്കി control memory address register specifies the control word read from the control memory. Okay. അതായത് കൺട്രോൾ മെമ്മറിയിൽ നിന്ന് ഏത് വേർഡാണോ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സിനെ സ്പെസിഫൈ ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ മെമ്മറി രജിസ്റ്ററാണ്, അഡ്രസ് രജിസ്റ്ററാണ്. The ROM operates a combinational circuit with address value as the input and the corresponding word as the output. ഇവിടെ അഡ്രസ് വാല്യൂ ആണ് ഇവിടെ ഇൻപുട്ടായിട്ട് പോകുന്നത്, കറസ്പോണ്ടിങ് വേർഡ് ആണ് അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. The word read from the memory represents a micro instruction. അപ്പം ഈ കൺട്രോൾ മെമ്മറിയിൽ നിന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദ മൈക്രോ ഇൻസ്ട്രക്ഷൻ സ്പെസിഫൈസ് വൺ ഓർ മോർ മൈക്രോ ഓപ്പറേഷൻസ് ഫോർ ദ
കമ്പോണൻസ് ഓഫ് ദ സിസ്റ്റം. ഈ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് സ്പെസിഫൈസ് വൺ ഓർ മോർ മൈക്രോ ഓപ്പറേഷൻസ്. അപ്പം ഇവിടെ നെക്സ്റ്റ് അഡ്രസ്സ് ജനറേറ്റ് ചെയ്ത് കൺട്രോൾ രജിസ്റ്ററിൽ വെക്കുന്നു. കൺട്രോൾ രജിസ്റ്റർ ആ അഡ്രസ്സ് കൺട്രോൾ മെമ്മറിക്ക് പാസ് ചെയ്യുന്നു. ബൈ യൂസിങ് ദിസ് അഡ്രസ്സ് എന്ത് ചെയ്യുന്നു, കൺട്രോൾ മെമ്മറി ആ ഒരു വേർഡിനെ റീഡ് ചെയ്യുന്നു. ആ വേർഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ റോം ഓപ്പറേറ്റ്സ് എ കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് അഡ്രസ് വാല്യൂ ഇസ് ദ ഇൻപുട്ട് ആൻഡ് കറസ്പോണ്ടിങ് വേർഡ്സ്. ആ കറസ്പോണ്ടിങ് വേർഡാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വേർഡ് റെഡ് ഫ്രം ദ മെമ്മറി റെപ്രസെൻറ്റ്സ് എ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആണ്. ദാറ്റ് ഇൻസ്ട്രക്ഷൻ പെർഫോംസ് സെവറൽ മൈക്രോ ഓപ്പറേഷൻസ്. ഓക്കെ, once these operations are executed, the control unit must determine its next address. അപ്പോൾ ഈ അഡ്രസ് ജനറേറ്റർ സർക്യൂട്ടിന് ഒരു ഓപ്പറേഷൻ കഴിയുന്ന ഉടനെ എന്താണ് നെക്സ്റ്റ് ഏത് ഓപ്പറേഷനാണോ പെർഫോം ചെയ്യേണ്ടത് ആ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യണം. once these operations are executed, the control unit must determine its next address. The location of the next micro instruction may be the next one in the sequence, or it may be located somewhere else in the control memory. നമുക്കറിയാമല്ലോ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ആ സീക്വൻസ് ഇപ്പോൾ 1000 ആണെങ്കിൽ അടുത്ത 1004 അങ്ങനെ നമ്മൾ പറയത്തില്ലേ 1008, ചിലപ്പോൾ അതായിരിക്കും. അപ്പം നമ്മൾ പി സിയുടെ കണ്ടൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനൊക്കെ വരുവാണ് അതിൻ്റെ ടാർഗറ്റ് അഡ്രസ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടായിരിക്കും അടുത്ത ലൊക്കേഷൻ നമ്മൾ എടുക്കുന്നത്. The next address may be function of the external input condition. The next address is computed in the next address generated circuit and then the transferred into the control address register to read the next micro instruction. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കുക. ബാക്കിയുള്ളത് അടുത്ത ദിവസം നാളെ ഞാൻ ഇടുന്നതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 5th മോഡ്യൂളിൻ്റെ ബാലൻസ് കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അതും ഇടാം.